രാമേന്ദ്രൻ, നമ്മുടെ ഇപ്പോൾ ഉള്ള സമകാലിക രാഷ്ട്രീയത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയ്ക്ക് അയോഗ്യനാക്കാനായിട്ട് കഴിയുമോ എന്നത് ഗൗരവമായൊരു രാഷ്ട്രീയ ചോദ്യമാണ്. ബാക്കി എല്ലാ വിഷയങ്ങളും നമുക്ക് അതിനകത്ത് വിടാം. എന്താണ് അതിനകത്തുള്ളത്? ഈ അയോഗ്യതാ സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളം? അസാധാരണമായ ഒരു നടപടി വഴി രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയ്ക്ക് അയോഗ്യനാക്കാൻ കഴിയും. 2023 മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിന്റെ MP-യെ ലോക്സഭയുടെ എത്തിക്സ് കമ്മിറ്റി എങ്ങനെ പുറത്താക്കിയോ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെയും പുറത്താക്കാൻ കഴിയും. അതായത് ചെറിയൊരു വ്യത്യാസം അതിൻ്റെ അകത്തുള്ളത് എന്താണെന്ന് വെച്ചാൽ, മഹുവ മൊയ്ത്ര ഈ അദാനിക്കെതിരെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വേറൊരു വ്യവസായിയിൽ നിന്ന് 20 ലക്ഷം രൂപ കോഴ വാങ്ങി. അവർ 60 ചോദ്യം ചോദിച്ചതിൽ 50 എണ്ണം അദാനിക്കെതിരെയായിരുന്നു. അവർ ആ ചോദ്യം ചോദിക്കാനുള്ള ഈ പാസ്വേഡ് ഉണ്ടല്ലോ ലോക്സഭ MP-മാർക്കുള്ള, ആ പാസ്വേഡും ഒക്കെ വ്യവസായിക്ക് കൈമാറുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി കിട്ടി. അവർ റിപ്പോർട്ട് എത്തിക്സ് കമ്മിറ്റി അന്വേഷിക്കുക, റിപ്പോർട്ട് കൊടുക്കുക, പിന്നെ പ്രമേയം അവതരിപ്പിക്കുക. സ്പീക്കർ മറ്റേ ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിക്കുക. അപ്പം നിയമസഭയിൽ പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചാൽ മതി. എത്തിക്സ് കമ്മിറ്റി ഇത് മുഴുവൻ അന്വേഷിച്ചിട്ട്, അതായത് ഇയാൾ സദാചാര വിരുദ്ധമായി പെരുമാറിയിട്ട്, അതായത് പ്രശ്നം സദാചാര വിരുദ്ധ പ്രവൃത്തി നടത്തിയ ആളെ നിയമസഭയ്ക്ക് അയോഗ്യനാക്കാനായിട്ടുള്ള സംവിധാനം നിലവിലുണ്ടെന്നുള്ളത്. ഇതുവരെ അത് പ്രയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അയോഗ്യനാകുന്നത് ഒരു MLA-യോ MP-യോ എങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മാങ്കൂട്ടത്തിലേക്ക് വരാം. അപ്പോൾ ഇയാളുടെ കേസിൽ ഇയാൾ തുടർച്ചയായിട്ട് ഈ സദാചാര വിരുദ്ധ കേസുകളിൽ പ്രതിയാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് എടുക്കാവുന്നത്. സാധാരണഗതിയിൽ സഭയുടെ പ്രിവിലേജ് ഉണ്ടല്ലോ, ആ പ്രിവിലേജ് സംബന്ധിച്ച കാര്യങ്ങളാണ് എത്തിക്സ് കമ്മിറ്റിയൊക്കെ നോക്കുന്നത്. സഭയുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പ്രിവിലേജ്, ഇത് സഭയുടെ പുറത്ത് നടന്നിട്ടുള്ള കാര്യമാണ്. അതാ വ്യത്യാസം. മഹുവ മൊയ്ത്രയുടെയും സഭയുടെ ഉള്ളിലെ ഒരു ഇഷ്യൂ ആയിരുന്നു. ഇത് പുറത്ത് ഒരാളുടെ സദാചാര വിരുദ്ധമായ പെരുമാറ്റവും സഭയുടെ അന്തസ്സ് കെടുത്തുന്നതാണ് എന്ന് എത്തിക്സ് കമ്മിറ്റി കാണണം. മനസ്സിലായി. അതാണ് ആ വ്യത്യാസം രണ്ടിലും ഉള്ളത്. അപ്പം മുരളി പെരുന്നെല്ലി അധ്യക്ഷനായിട്ടുള്ള ഇതാണ് എത്തിക്സ് കമ്മിറ്റി. മുരളി പെരുന്നെല്ലി CPM അംഗമാണ്. CPM അംഗങ്ങൾക്ക് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ട്. അവർക്ക് തീരുമാനിക്കാം അവർ വിചാരിച്ചാൽ. അതിൻ്റെ അകത്ത് MV ഗോവിന്ദൻ അംഗമാണ്, TP രാമകൃഷ്ണൻ അംഗമാണ്, KK ശൈലജ അംഗമാണ്, H സലാം അംഗമാണ്. CPM ഭൂരിപക്ഷം. CPI-യിൽ നിന്ന് P ബാലേന്ദ്രൻ മാത്രം ആണുള്ളത്. JDS-ൽ നിന്ന് മാത്യു T തോമസ്, കോൺഗ്രസിൽ നിന്ന് റോജി ജോൺ മാത്രം, പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് UA ലത്തീഫ്. ഇതാണ് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ CPM തീരുമാനിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ആ കമ്മിറ്റി തീരുമാനിക്കുക, നിയമസഭ അംഗീകരിക്കുക, ഒരു പ്രമേയം അവതരിപ്പിക്കുക, ഇവനെ അയോഗ്യനാക്കുന്നു. ഇതാണ് അതിൻ്റെ സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കാരണങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പോലീസ് സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞു. സ്പീക്കറെ അങ്ങനെ അറിയിക്കുന്നിടത്താണ് ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് തുടങ്ങാനുള്ള സംഭവം പോലീസ് ചെയ്തു കഴിഞ്ഞു. അച്ചടക്ക നടപടിക്ക് ഇനി എത്തിക്സ് കമ്മിറ്റിക്ക് വിടാം. AN ഷംസീറിനെ അങ്ങനെ വിടാം, നിങ്ങളിത് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ. അവർ മൊഴിയെടുക്കണം. ഈ 3 അതിജീവിതകൾ ധാരാളല്ലേ, ഓൺലൈനിൽ മൊഴിയെടുത്താൽ മതി. 20-ാം തീയതി നിയമസഭ ചേരുന്നുണ്ട്. ഈ മഹുവ മൊയ്ത്രയുടെ കാര്യത്തിൽ ഒക്ടോബറിൽ നിഷികാന്ത് ദുബെ പരാതിപ്പെട്ടു. ഏതെങ്കിലും ഒരു MLA പരാതിപ്പെട്ടാലും മതി. ഇവിടെ MP, അവിടെ ലോക്സഭയിൽ MP, അവിടെ നിഷികാന്ത് ദുബെയാണ് മഹുവ മൊയ്ത്രക്കെതിരെ BJP MP-യാണ് പരാതിപ്പെട്ടത്. ഒക്ടോബറിൽ പരാതി കൊടുത്തു, ഡിസംബറിൽ നടപടി എടുത്തു. 2 മാസം ധാരാളമാണ്. അപ്പോൾ അത് പിന്നെ വലിയ പ്രോസസ്സൊക്കെ ആയിരുന്നു. ആ കോഴയുടെ മുഴുവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയൊക്കെ വേണമല്ലോ. ഇതിൽ 3 അതിജീവിതകളുടെ മൊഴിയെടുത്താൽ ഈ കമ്മിറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു MLA പരാതിപ്പെട്ടാൽ മതി. ഞാൻ വിചാരിക്കുന്നത് ഒന്നിൽ കൂടുതൽ
CPM-MLA-മാർ പരാതിപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ധാരണ. അപ്പോൾ അത് കഴിഞ്ഞ് തെളിവെടുപ്പ് പരാതിക്കാരിൽ നിന്ന് സ്വീകരിക്കും കമ്മിറ്റി. റിപ്പോർട്ടിലെ നിർദ്ദേശം മുഖ്യമന്ത്രി പ്രമേയമായിട്ട് അവതരിപ്പിക്കും അവിടെ. അതാണ് അതിൻ്റെ പ്രോസസ്സ്. താക്കീത്, സസ്പെൻഷൻ, പുറത്താക്കൽ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം അവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റും ഈ വിദ്വാന്. അപ്പോൾ 20 സാധാരണ രീതിയിൽ വരുന്ന അയോഗ്യതയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നല്ലേ? അതെ, ഈ സഭയിൽ നിന്ന് പുറത്താക്കുന്നു, അത്രേ ഉള്ളൂ. അയോഗ്യനായി ഇനി MLA അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുഴപ്പമില്ല. അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കുഴപ്പമുള്ള ഭാഗം വേറെ പറയാം. അപ്പോ ഇതിൻ്റെ അകത്ത് ഇനിയുള്ളത് മഹുവ മൊയ്ത്രയുടെ ഒക്കെ പറഞ്ഞല്ലോ. ഇതില് ഇനി അയോഗ്യത ശരിക്ക് ഭരണഘടനയിൽ പറയുന്നത് നമ്മൾ എത്തിക്സ് കമ്മിറ്റിക്ക് എങ്ങനെ ചെയ്യാം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഭരണഘടനയിൽ 102, 191 വകുപ്പുകളിലാണ് അയോഗ്യതയുടെ കാര്യം പറയുന്നത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ അയോഗ്യതയുടെ കാര്യം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അത് പണം കിട്ടുന്ന MLA ആയിരിക്കുക, MP ആയിരിക്കുക, മന്ത്രി ഒഴികെ വേറെ എന്തെങ്കിലും പണം കിട്ടുന്ന പദവിയും കൂടി വഹിക്കുക എങ്കിൽ അയോഗ്യനാവും. പിന്നെ മാനസിക സമനില തെറ്റിയാൽ അയോഗ്യനാക്കാം. പാപ്പരായാൽ അയോഗ്യനാക്കാം. വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ അയോഗ്യനാക്കാം. കാലുമാറ്റ നിയമത്തിന്റെ പരിധി അത് അയോഗ്യനാവാം. പിന്നെ 2 വർഷത്തിൽ കൂടുതൽ ഏതെങ്കിലും ക്രിമിനൽ കുറ്റത്തിൽ ശിക്ഷ കിട്ടിയാൽ അയോഗ്യനാവും. ഇമ്മീഡിയറ്റ് ആണത്. നമ്മുടെ ഇപ്പോ ആന്റണി രാജു, കർണാടക നിയമസഭയിൽ G. ജനാർദ്ദന റെഡ്ഡി, ഇവരൊക്കെ ഈ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടിയ നിമിഷം മുതൽ അയോഗ്യരായി. പാർലമെന്റിന് ഭരണഘടനയിലെ വകുപ്പ് 102 സംസ്ഥാന നിയമസഭകൾക്ക് 191 ആണ് അയോഗ്യതയിൽ പറയുന്ന വകുപ്പുകൾ. അപ്പോൾ മന്ത്രി എന്ന നിലയിലല്ലാതെ കേന്ദ്രത്തിലോ സംസ്ഥാന സർക്കാരിലോ ഒക്കെ പണം കിട്ടുന്നൊരു പദവി കൂടി ഉണ്ടെങ്കിൽ അയോഗ്യത. അതാണ് ആ പണം കിട്ടുന്നത്. കോടതി ഇയാളുടെ മാനസിക നില തെറ്റാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ അയോഗ്യനാവും. വിദേശ രാജ്യത്തോട് കൂറ് പ്രഖ്യാപിച്ചാലും അയോഗ്യനാവും. ജനപ്രാതിനിധ്യ നിയമത്തിൽ ശിക്ഷയുടെ കാര്യമാണ് പറയുന്നത്. അതാണ് ആ 2 വർഷത്തിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞത്. ശിക്ഷിച്ചാൽ ആ നിമിഷം മുതൽ അല്ലാതാവും. അപ്പോൾ ഈ അനധികൃത ഖനനം അങ്ങനത്തെ ഒരു ശിക്ഷയിലാണ് കർണാടകയിൽ G. ജനാർദ്ദന റെഡ്ഡി അയോഗ്യനായത് ശിക്ഷിക്കപ്പെട്ടപ്പോൾ. CBIയുടെ കേസായിരുന്നു അത്. അപ്പോൾ ജനപ്രാതിനിധ്യ നിയമത്തിൽ സെക്ഷൻ 8 1951 നിയമത്തിൽ അതനുസരിച്ചിട്ടാണ് ജനാർദ്ദന റെഡ്ഡി അവിടെ അയോഗ്യനായത്. കർണാടക 2025 മെയ് 6 അയാൾ ശിക്ഷിക്കപ്പെട്ടപ്പോൾ അയോഗ്യനായി. ഗംഗാവതി മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു അയാൾ. ജയിലിൽ ആ നിയമത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. ജയിലിൽ നിന്ന് മോചിതനായ ശേഷം 6 വർഷത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തില് എത്തിക്സ് കമ്മിറ്റി പ്രമേയം കൊണ്ടുവന്നിട്ട് അയോഗ്യനാക്കപ്പെട്ടാലും അയാൾക്ക് മത്സരിക്കാം. അടുത്ത അതായത് 2026 തെരഞ്ഞെടുപ്പ് തന്നെ വീണ്ടും മത്സരിക്കാം. അപ്പോൾ 2022 BJP വിട്ട് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ആളായിരുന്നു ഈ ജനാർദ്ദൻ റെഡ്ഡി. യെദ്യൂരപ്പയുടെ മന്ത്രിസഭയിലെ അയാള് അംഗമായിരുന്നു, മന്ത്രിയായിരുന്നു. അപ്പോൾ മഹുവ മൊയ്ത്രയുടെ കാര്യത്തിൽ വോയിസ് വോട്ട് കൊണ്ടാണ് അവരെ അയോഗ്യമായിട്ട് പ്രഖ്യാപിച്ചത്. 2023 ഡിസംബർ 8 എത്തിക്സ് കമ്മിറ്റി 500 പേജ് റിപ്പോർട്ട് അവർക്കെതിരെ കൊടുത്തു. കമ്മിറ്റിക്ക് മുമ്പിൽ അവരെ വിളിച്ചിരുന്നു. അവർ വാക്കൗട്ട് നടത്തി. മാങ്കൂട്ടത്തിന് ഇവിടുത്തെ എത്തിക്സ് കമ്മിറ്റിയൊക്കെ വിളിക്കാം. മഹുവ മൊയ്ത്രയുടെ മാതൃക പിന്തുടർന്ന് മാങ്കൂട്ടത്തിനും വാക്കൗട്ടൊക്കെ നടത്താം. നിങ്ങൾ ശരിയല്ല, CPM-കാരാണ്, എന്നെ ക്രോശിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യാം കമ്മിറ്റിയുടെ മുമ്പിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു സംഭവം. അല്ല, ഇതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് നേട്ടമൊന്നും CPM ഉണ്ടാകാൻ സാധ്യതയില്ല. അല്ല, ഇത് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ കോൺഗ്രസിനിട്ട് അടിക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്
8-9 പരാതികൾ അയാൾക്കെതിരെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ആ പക്ഷെ അതിലില്ലാത്തൊരു പരാതിയാണ് ഇമെയിലായിട്ട് ഇപ്പോൾ ആ. വന്നത്. മറ്റേതിൽ ഈ അതിജീവിതന്മാരൊന്നും പരാതിപ്പെടാനൊന്നും തയ്യാറല്ല. ഇതൊക്കെ ഒരു പൊല്ലാപ്പശ. അപ്പോൾ അങ്ങനെ വന്നു. ഇതൊരു ഇതിൻ്റെ അകത്ത് ശബരിമല പ്രശ്നം, തന്ത്ര പ്രശ്നം, ഇങ്ങനെ പലതും നിൽക്കുമ്പോൾ ഇതിന് വെട്ടാനായിട്ട് ഈ ഒരു പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇതിങ്ങനെ ഉപയോഗിക്കാം. വീണ്ടും അയോഗ്യനാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഒക്കെ പ്രഖ്യാപിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ഇങ്ങനെ ചെയ്യാൻ ഒരാഴ്ചയെങ്കിലും അതിന്റെ ചർച്ച ഉണ്ടാവും, ചർച്ചയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ പറയുന്നത് അയോഗ്യൻ ആക്കാൻ എത്തിക്സ് കമ്മിറ്റിക്ക് വേണമെങ്കിൽ കഴിയും. അതിന് അധികാരമുണ്ട്. സതീശൻ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല. CPM-ന്റെ നേതൃത്വത്തിലുള്ള എത്തിക്സ് കമ്മിറ്റി വിചാരിച്ചാൽ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തോ എന്നുള്ളതാണ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുന്നത്. ശരിയാണ്. ഇവൻ സദാചാര വിരുദ്ധമായിട്ട് പെരുമാറി, അത് സഭയുടെ അന്തസ്സിന് നിരക്കുന്നതല്ല എന്ന് കമ്മിറ്റി റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ അയോഗ്യനാക്കിയത് തന്നെ. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.